24 ബ്രേക്കിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൽ മത്സര ചിത്രം തെളിയുന്നു. 11 സിറ്റിംഗ് MLA-മാർക്ക് വീണ്ടും സീറ്റ് നൽകാൻ ആലോചന. 4 പേർ മാറി നിൽക്കേണ്ടി വരും. 16ഓളം പുതുമുഖങ്ങൾക്ക് ഇത്തവണ അവസരം ലഭിക്കും. വെച്ചുമാറലുകൾ ഉണ്ടായാലും 27 സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് ലീഗിന്റെ കണക്കുകൂട്ടൽ. നിഖിൽ പ്രമേഷ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നിഖിൽ, ലീഗിലേക്ക് വന്നാൽ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു അന്തിമ രൂപമായി എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുമോ? കാരണം യൂത്ത് ലീഗ് ഉൾപ്പെടെ സീറ്റുകൾക്ക് വേണ്ടി ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ നിലവിലെ വിവരങ്ങൾ അനുസരിച്ച്, സാഹചര്യം അനുസരിച്ച് എങ്ങനെയാണ് ആ ഒരു മത്സര ചിത്രം? അമൃത, നിലവിലത്തെ മുസ്ലിം ലീഗിന്റെ ഒരു സീറ്റ് കണക്ക് എന്ന് പറയുന്നത് 27 സീറ്റുകളാണ്. UDF ഇപ്പോൾ അന്തിമ. ശരി, നിഖിൽ തുടരൂ. നിഖിലിലേക്ക് എത്താം. നമുക്ക് നിഖിൽ പറയുന്നത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഏതായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ എല്ലാ മുന്നണികളും തന്നെ സീറ്റ് ചർച്ചകളും മറ്റുമായി വലിയ തിരക്കിൽ തന്നെയാണുള്ളത്. ഇപ്പോഴിതാ ലീഗിന്റെ ഒരു മത്സര ചിത്രം തെളിയുന്നു എന്ന് മനസ്സിലാകുന്നു. ഏതായാലും 11 സിറ്റിംഗ് MLA-മാർക്ക് വീണ്ടും സീറ്റ് നൽകാനുള്ള ആലോചനയിലാണ് ലീഗ് നേതൃത്വമുള്ളത്. അതേസമയം നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ യൂത്ത് ലീഗ് ഉൾപ്പെടെ കൂടുതൽ സീറ്റുകൾ വേണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഏത് രീതിയിലായിരിക്കും ഇനിയിപ്പോൾ സീറ്റ് വിഭജനമൊക്കെ, ആരൊക്കെയായിരിക്കും മത്സരിക്കാൻ സാധ്യത എന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. ഈ സൂചിപ്പിച്ചതുപോലെ 11 സിറ്റിംഗ് MLA-മാർക്ക് സീറ്റ് നൽകും എന്ന് പറയുമ്പോഴും 4 പേർ മാറി നിൽക്കേണ്ടി വരും എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ആരായിരിക്കും ഈ 4 പേർ, ആരായിരിക്കും മാറി നിൽക്കേണ്ടി വരിക എന്നതൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. അതിലൊക്കെ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. നിഖിൽ, കേൾക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പറയൂ, ഏത് രീതിയിലായിരിക്കും ലീഗിന്റെ സീറ്റ് വിഭജനമൊക്കെ നടക്കുക? അമൃത, കഴിഞ്ഞ തവണ മത്സരിച്ചതുപോലെ തന്നെ 27 സീറ്റുകളായിരിക്കും ഇത്തവണയും മുസ്ലിം ലീഗ് മത്സരിക്കുക. അതിൽ തന്നെ 4 പേരൊഴികെ 11 സിറ്റിംഗ് MLA-മാരെ മത്സരിപ്പിക്കാനാണ് നിലവിലത്തെ സാഹചര്യത്തിൽ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ PK കുഞ്ഞാലിക്കുട്ടി, MK മുനീർ, TV ഇബ്രാഹിം, നജീബ് കാന്തപുരം, അങ്ങനെ തുടങ്ങി മുസ്ലിം ലീഗിന്റെ കരുത്തരായ നേതാക്കൾ PK ബഷീറിനെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ, AK അഷ്റഫ്, ഇവർക്കെല്ലാം തന്നെ സീറ്റുണ്ടാകും എന്നാണ് ലീഗിന്റെ ഒരു അന്തിമ രൂപത്തിലേക്ക് ഇപ്പോൾ അവർ എത്തിച്ചേർന്നിരിക്കുന്നത്. 4 പേർക്ക് ഇത്തവണ സീറ്റുണ്ടാകില്ല. അതിൽ KP മജീദ്, മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മജീദ് അടക്കമുള്ള 4 പേർക്ക് ഇത്തവണ സീറ്റ് ഉണ്ടാകില്ല എന്നാണ് നേതൃത്വം കണക്കുകൂട്ടുന്നത്. അതായത് 16 പേർക്ക്, 27 സീറ്റാണെങ്കിൽ 16 പേർക്ക് ഇനി പുറത്തു നിന്ന് സീറ്റ് ലഭിക്കും. അതായത് യുവാക്കളായിട്ടുള്ള 16 പേരെ ഇത്തവണ പരിഗണിച്ചേക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മുസ്ലിം ലീഗിന്റെ ഒരു ഏറ്റവും ഒടുവിൽ അവർ കണക്കാക്കിയിട്ടുള്ള കാര്യം അനുസരിച്ച് യൂത്ത് ലീഗ് കാര്യമായിട്ടുള്ള സീറ്റ് ആവശ്യം ഇതിനോടകം തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ KMCC-യിൽ നിന്നുള്ള ഒരാൾക്ക്, വനിതാ ലീഗിൽ നിന്നുള്ള 2 പേർക്ക്, ബാക്കി യൂത്ത് ലീഗിൽ നിന്നുള്ള ആളുകൾക്ക് പരിഗണന നൽകുക, അത്തരത്തിലുള്ള ഒരു പദ്ധതിയിലേക്കാണ് മുസ്ലിം ലീഗ് നിലവിലത്തെ സാഹചര്യത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഉടനെ തന്നെ ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക, അതായത് കോൺഗ്രസ് അവരുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതിനൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക കൂടി പ്രഖ്യാപിക്കാനാണ് ഇപ്പോൾ ലീഗ് നേതൃത്വത്തിന്റെ തീരുമാനം. വരും ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് ലീഗ് നേതൃത്വത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിപ്പോൾ 16ഓളം പുതുമുഖങ്ങൾക്ക് അവസരം കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ നിഖിൽ. അപ്പോൾ അത്തരത്തിൽ ആരൊക്കെയായിരിക്കും ഈ നേതൃനിരയിലേക്ക് വരിക, അല്ലെങ്കിൽ മത്സരത്തിന് ഇറങ്ങുക എന്നുള്ള കാര്യത്തിലൊക്കെ നിലവിലൊരു തീരുമാനമായിട്ടുണ്ടോ? മുസ്ലിം ലീഗിൽ നിന്ന് ഇത്തവണ കൂടുതൽ, അതായത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും സ്ട്രൈക്ക് റേറ്റ് ഉള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അവർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതായത് പുതുമുഖങ്ങളെ അണിനിരത്തിക്കൊണ്ട് മത്സരം നയിച്ചാൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് അവർ തെളിയിച്ചിട്ടുള്ളതാണ്. ഈ സാഹചര്യത്തിൽ ഇതേ ഫോർമുല നിയമസഭയിലും ആവർത്തിക്കാനാണ് ലീഗ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. ഇത്തവണ ഒരു വലിയ യുവനിരയെ തന്നെ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിൽ വനിതകൾ ഉണ്ടാകും, യുവാക്കൾ ഉണ്ടാകും, ഇതുവരെ അവസരം കിട്ടിയിട്ടില്ലാത്ത പാർട്ടിയിലെ സീനിയർ ആയിട്ടുള്ള ആളുകളും ഉണ്ടാകും. അതായത് യുവത്വം മാത്രം, പുതിയ ആളുകൾക്ക് സീറ്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ പുതിയ ആളുകൾക്ക്, യൂത്തിന് എന്ന് മാത്രമല്ല, ഇതുവരെ അവസരം കിട്ടിയിട്ടില്ലാത്ത എന്നാൽ മികച്ച നേതൃപാഠവുമുള്ള ആളുകൾ, അവരെ കൂടി പരിഗണിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അക്കാര്യത്തിൽ തന്നെ ഏതാണ്ട് ഒരു രൂപം, ഒരു ചിത്രം പാർട്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ഇതുവരെ പരിഗണിച്ചിട്ടില്ല, ഇതുവരെ സീറ്റ് ലഭിച്ചിട്ടില്ലാത്ത ആളുകൾ, അതോടൊപ്പം തന്നെ PK ഫിറോസ് അടക്കമുള്ള ആളുകൾക്ക് മത്സര സാധ്യതയുള്ള, വിജയിക്കാൻ സാധ്യതയുള്ള ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് നൽകണം എന്നുള്ള ആവശ്യവും ഇതിനോടൊപ്പം. തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൽ മത്സര ചിത്രം തെളിയുകയാണ്. സിറ്റിംഗ് MLA-മാർ മത്സരിക്കുമെന്ന് പറയുമ്പോഴും പുതുമുഖങ്ങൾക്ക് അവസരം കൂടുതൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങളാണ് നിഖിൽ പ്രമേഷ് കോഴിക്കോട് നിന്ന് പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.